കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ BCom BBA AEC2 മലയാള സാഹിത്യ വിചാരം എന്ന കോഴ്സിലെ ഒരു കവിതയായ കൗസല്യ വിജയലക്ഷ്മിയുടെ കവിതയാണത്. ഈ ഒരു കവിതയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കവി ആയിട്ടുള്ള വിജയലക്ഷ്മി നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ ആണ് ജനിച്ചത് 1960. അതുപോലെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അവരുടെ ഭർത്താവാണ്. ഒരു മകനാണുള്ളത്, അപ്പു എന്നാണ് പേര്. അവർ സെൻറ്റ് തെരേസാസ് കോളേജ്, അതുപോലെ മഹാരാജാസ് കോളേജ്, കേരള സർവകലാശാല എന്നിവിടങ്ങളിൽ ഒക്കെ ആയിരുന്നു വിദ്യാഭ്യാസം ചെയ്തത്. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിലേ എഴുതി തുടങ്ങി 1977 കലാകൗമുദിയിലാണ് അവരുടെ ആദ്യത്തെ രചന പ്രസിദ്ധീകൃതമായത്. പിന്നെ ഒരുപാട് അവാർഡുകൾ, പുരസ്കാരങ്ങൾ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ BSNL സേവനം അനുഷ്ഠിച്ച് 29 വർഷത്തെ സേവനത്തിന് ശേഷം സ്വയം വിരമിക്കുകയായിരുന്നു. അപ്പോൾ നിരവധി അംഗീകാരങ്ങളും അതുപോലെ തന്നെ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരാളാണ് കവി വിജയലക്ഷ്മി. മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ശ്രദ്ധേയയായിട്ടുള്ള ഒരു എഴുത്തുകാരി തന്നെയാണ്. അതുപോലെ ബാലാമണി അമ്മയ്ക്കും സുഗതകുമാരിക്കുമൊക്കെ ശേഷം മലയാള കവിതയിൽ വേറിട്ട ഒരു ശബ്ദം, ഒരു സ്ത്രീ പക്ഷ സ്വരം കേൾപ്പിച്ച എഴുത്തുകാരി കൂടിയാണ് അവർ. ധാരാളം കവിതകൾ അവരുടേതായിട്ട് വന്നിട്ടുണ്ട്. തച്ചൻ്റെ മകൾ, മൃഗശിക്ഷകൻ, മഴതൻ മറ്റേതോ മുഖം, ഹിമസമാധി, അന്ത്യപ്രലോഭനം, ഒറ്റമണൽത്തരി, മഴയ്ക്കപ്പുറം, അന്ധകന്യക, ജ്ഞാനമഗ്ദലന, സീതാദർശനം, ഇങ്ങനെയുള്ള ഒരുപാട് കവിതകൾ. അതുപോലെ വിജയലക്ഷ്മിയുടെ പ്രണയ കവിതകൾ എന്ന സമാഹാരം, പിന്നെ ഒരു വിവർത്തന കൃതിയുണ്ട് അന്ന അഖ്മത്തോവയുടെ കവിതകൾ, അത് വിവർത്തനമാണ്. അങ്ങനെ ധാരാളം കവിതാ സമാഹാരങ്ങൾ, പുസ്തകങ്ങൾ അവരുടേതായിട്ട് വന്നിട്ടുണ്ട്. മലയാള കാവ്യ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ പുതുമയാർന്ന ആഖ്യാനങ്ങൾ പകരുന്നു എന്നതാണ് വിജയലക്ഷ്മിയുടെ കാവ്യരചനയുടെ സവിശേഷത. അതുപോലെ സ്ത്രീപക്ഷമായിട്ടുള്ള കവിതകളാണ് അവരുടേത്. എങ്കിലും അവരൊരിക്കലും പുരുഷ വിരോധിയാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ പ്രമേയ സ്വീകരണത്തിലും അതുപോലെ തന്നെ ആഖ്യാനത്തിലൊക്കെ പുതുമയും കരുത്തുമൊക്കെ ആ കവിതകൾക്ക് ഒരു നൂതനത്വം തന്നെ നൽകുന്നുണ്ട്. അതുപോലെ മറ്റൊരു സവിശേഷത അതാണ് പുരാണങ്ങളും മിത്തുകളും ഒക്കെ പരതി അതിൽ നിന്ന് കണ്ടെടുക്കുന്ന ജീവിതങ്ങളെ ആധുനികമായ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ അവസ്ഥകളുമായി ഇണക്കി ചേർത്തുകൊണ്ടുള്ള രചനകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ തച്ചൻ്റെ മകൾ, സീതാദർശനം, അതുപോലെ ഈ കവിതയായിട്ടുള്ള കൗസല്യ ഒക്കെ അത്തരത്തിലുള്ള കവിതകളാണ്. അതുപോലെ മറ്റു കവിതകളിലൊക്കെ തന്നെ പുരാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതി നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പുരാണങ്ങളൊക്കെ പരത്തുന്ന സമയത്ത് അവർ കണ്ടെടുക്കുന്ന സ്ത്രീകളെ അവർ തിരസ്കൃതകളും നിന്ദിതകളും ബഹിഷ്കൃതകളും ഒക്കെ ആവുന്ന സ്ത്രീകളെയാണ് അവർ കണ്ടെടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു സ്ത്രീ തന്നെയാണ് കൗസല്യ. നമുക്കറിയാം, കൗസല്യ എന്നത് രാമായണത്തിലെ ഒരു കഥാപാത്രമാണ്, രാമൻ്റെ അമ്മയാണ് അല്ലേ. അപ്പോൾ ദശരഥൻ്റെ 3 പത്നിമാരിൽ ഒരാളാണ് കൗസല്യ. ഏറ്റവും മൂത്ത പത്നിയാണ് കൗസല്യ. മറ്റ് 2 പത്നിമാർ കൈകേയി, അതുപോലെ സുമിത്ര എന്നിവരാണ്. അപ്പോൾ ഈ ദശരഥന് എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവളാണ് കൈകേയി. ആ കൈകേയിയോടുള്ള പ്രണയം അത് കൗസല്യയോട് പറയുന്ന ദശരഥനെ കാണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ കവിതയിൽ പറയുന്നുണ്ട്, പിന്നെയും നിശീതത്തിൽ അങ്ങു ചൊല്ലുന്നു ചില്ലിവില്ലുകൾ കുലയ്ക്കുന്ന കാമപത്നിയെപ്പറ്റി, തങ്ങളൊക്കെയും മറന്നങ്ങനെ വിഹരിച്ച മണ്ഡപങ്ങളെ തളിർശയ്യയെ ചതഞ്ഞതാം മുല്ലമാലയെ സഖി ചുറ്റിയ വെൺപട്ടിനെ
മന്ത്രമുഗ്ധനായി ഭവാൻ വർണ്ണിപ്പൂ, ഞാനോ ദൂരെ അമ്പിളി താഴും കയം നോക്കി മൂകയായി മേവി. ഉണ്ടിനിയൊരു താരം കൂടി അസ്തമിക്കുവാൻ എന്നാണ് കവിത തുടങ്ങുന്നത്. അതായത് തൻ്റെ കൂടെ ഉറങ്ങുമ്പോഴും ദശരഥൻ പറയുന്നത് കൈകേയിയെക്കുറിച്ചാണ്. കൈകേയിയൊത്ത് പങ്കിട്ട നിമിഷങ്ങളെ, അവരുടെ സുന്ദരമായ നിമിഷങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. തളിർശയ്യയെ, അവരോടൊത്ത് വിഹരിച്ച മണ്ഡപങ്ങളെ, അതുപോലെ ചതഞ്ഞുപോയ മുല്ലമാലയെ, അവൾ ചുറ്റിയ വെൺപട്ടിനെ ഒക്കെ കുറിച്ചാണ് അവിടെ ദശരഥൻ കൗസല്യയോട് വർണ്ണിക്കുന്നത്. അപ്പോൾ അവൾ അവിടെ മൂകയായി ഇരിക്കുക മാത്രമാണ് കൗസല്യ ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊരു താരം കൂടി അസ്തമിക്കാൻ, അത്രയും രാത്രിയായിട്ടും അവൾ മൂകയായി ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ആണ് ഈ ദശരഥൻ്റെ പത്നിമാരിൽ മൂത്തവളായ തനിക്ക് ലഭിക്കാതെ പോയ സ്ഥാനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കൈകേയിക്ക് ലഭിച്ച ഒരു സ്ഥാനവും കൂടി, എങ്കിൽ കൈകേയിക്ക് ലഭിച്ച സ്ഥാനത്തിൽ കുറച്ച് അസൂയ തോന്നുന്ന രീതിയിലാണ് അവിടെ കൗസല്യ പറയുന്നത്. കൈകേയിക്ക് ഇടാനുള്ള പ്രിയം കൊണ്ട് തന്നെയാണല്ലോ രാമനെ കാട്ടിലയക്കുകയും ഭരതനെ രാജാവായി വാഴിക്കുകയും ഒക്കെ ചെയ്തത് ദശരഥൻ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് കൊടുത്ത വരങ്ങളായിരുന്നു പിന്നെ രാമായണത്തിൻ്റെ ആ ഒരു ഏറ്റവും എന്താ പറയുക, നമ്മൾ അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് വന്ന കാര്യം അല്ലേ. അപ്പോൾ കൈകേയി എന്ന ഒരു പത്നിയെ മാത്രമാണ് എപ്പോഴും, ആ പത്നിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എപ്പോഴും ദശരഥന്. തൻ്റെ കൂടെ കിടക്കുമ്പോഴും അവളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പിന്നെ പറയുന്നു, എൻ്റെ കൈക്കൂട്ടിൽ രാമനെന്ന പോലെ അവിടുന്ന് കുമ്പിടുന്നു ഉറങ്ങുന്നു കൈതവ്യമില്ലാതിളം പുഞ്ചിരിയോടെ ശാന്തമെൻ നിശ്വാസത്തിൻ വണ്ടുകൾ മൂളിപ്പോവതൽപ്പവും അറിയാതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ദശരഥൻ കിടന്നുറങ്ങുന്നു. കൈകേയിയെക്കുറിച്ചുള്ള വർണ്ണനകൾ ചെയ്ത് കൗസല്യയുടെ കൈക്കൂട്ടിൽ രാമൻ എന്ന പോലെ ആണ് കിടന്നുറങ്ങുന്നത്. അതായത് ഒരു മകനെന്ന പോലെ, തൻ്റെ മകനായ രാമൻ എന്ന പോലെ തന്നെ വളരെ എന്താ പറയുക, കൈതവമില്ലാതെ, എന്നാൽ യാതൊരു കളങ്കവുമില്ലാതെ നിഷ്കളങ്കമായി പുഞ്ചിരിയോടെ കിടന്ന് ഉറങ്ങാണ് ഒരു മകനെ പോലെ. അപ്പോൾ കൈകേയിയോ ഒരു നിശ്വാസത്തോടുകൂടി, ശാന്തമായ നിശ്വാസത്തോടുകൂടി എന്താണ് ഇരിക്കുന്ന ആ കൈകേയിയുടെ മനസ്സറിയാതെ, അല്പം പോലും അറിയാതെയാണ് ആ മകനെ പോലെ കിടക്കുന്നത്. അപ്പം ഇവിടെ കൗസല്യയെ ഒരു അമ്മയായിട്ടാണ് ദശരഥൻ കരുതുന്നത്, അല്ലെങ്കിൽ ഒരു മാതൃത്വ ഭാവമാണ് കൗസല്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ